ഇത് നമ്മുടെ പീതാംബരനല്ലേ? എടാ പീതാംബര, എടാ നീ എന്നെ ഈ കൊലത്തില് നീ എന്നെ ഇങ്ങോട്ട് പോ, നീ നന്നായോ നീ? അപ്പൊ കാരണവര് കാര്യമൊന്നും പറഞ്ഞില്ലേ? ഏ ഇവിടെ കഴിഞ്ഞ ആഴ്ച ചത്തോയ ദീപുല്ലേ, ആ അവൻ ചെറുത്താനായിട്ട് ഇപ്പൊ എന്റെ പുറകെ നടക്കുവന്നേ. പീതാംബര, അല്ല നീ എന്നെ ഈ കോലത്തില് നിന്റെ തലയെക്കിട്ട് മൂക്കിലെ പഞ്ഞിയൊക്കെ എന്തിയെ? അതൊക്കെ എനിക്ക് അവിടെ ചെന്ന് പൂരി കൊടുക്കേണ്ടി വന്നു. എടാ മോനെ, നീ എന്നെ ഇപ്പൊ കൊന്നു കൊണ്ടുപോകരുത്. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളതാ. അതൊന്നും നടക്കാനേ പോണില്ല. പിന്നെ എന്തിനാ വെറുതെ ഇവിടെ നിന്ന് സമയം കളയണേ? അല്ലടാ, ഈ നരകവും സ്വർഗമൊക്കെ അപ്പൊ ഉള്ളതാണോ ശരിക്കും? നരകമുണ്ട്, സ്വർഗമുണ്ട്. പക്ഷെ നമ്മളെവിടെ പോകണമെന്ന് തീരുമാനിക്കണത് നമ്മുടെ പ്രവർത്തികളാ. എടാ കൊച്ചേ, അപ്പൊ നിനക്ക് ഏതാടാ കിട്ടിയത്? എന്നാ പറയാനാ, എനിക്ക് നരകത്തിലേക്കുള്ള ടിക്കറ്റാ കിട്ടിയത്. എടാ കൊച്ചേ, നീ അതിന് കുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് നരകത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയത്? അത് ഞാൻ അവരോട് ചോദിച്ചു. പക്ഷെ അവര് പറയാ, പാപം ചെയ്തത് മാത്രമല്ല, പാപം ചെയ്യണവന്റെ കൂടെ നടന്നാലും പ്രശ്നമാണ്. ഞാൻ പിന്നെ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ അല്ല നടന്നുകൊണ്ടിരുന്നത്. ഓഹോ, അപ്പൊ ഞാൻ കാരണമാണ് നിനക്ക് നരകത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയല്ലേ? അങ്ങനെ ഇരിക്കും. പക്ഷെ അവരെനിക്കൊരു ഇളവ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതായാലും നന്നായിടാ. അത് അമ്മാരെ ആ കാണിച്ചതിൻ്റെ അകത്ത് എനിക്ക് എന്നാടാ ഇളവെന്നാടാ? ഇയാളെ കൊന്ന് അവിടെ കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ എനിക്ക് സ്വർഗം തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സമയം കളയണ്ടാ, എന്നെ നീ കൊന്നോ. നിനക്ക് പറ്റുമെങ്കിൽ കൊല്ലേ. ഇയാളിതെങ്ങോട്ട് പോയി? ഞാനാണോ പ്രേതം? ഇയാളാണോ പ്രേതം?